നെതന്യാഹു ആണെങ്കിൽ അദ്ദേഹം അധികാരത്തിലിരുന്ന കാലത്തൊക്കെയും ഇറാനെ ആക്രമണിക്കുമെന്ന് ശക്തമായ നിലപാടെടുത്തുകൊണ്ടിരുന്ന ആളാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഇവരുണ്ടാക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞു തുടങ്ങിയിട്ട് പതിറ്റ്. ഇവിടെ ഇറാൻ ചെയ്യാതിരുന്ന ഒരു കാര്യം ഇത്ര വർഷങ്ങളായിട്ടും ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാതിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സദാം ഹുസൈൻ ആണവായുധം ഉണ്ടാക്കിയില്ല, അദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഇപ്പോൾ വെനസ്വേലയിൽ മഡൂരോയ്ക്ക് എന്താ സംഭവിച്ചതെന്നറിയാം. ആണവായുധം ഇല്ലാത്ത രാജ്യങ്ങളെല്ലാം ഇവർ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. സദ്ദാം ഹുസൈൻ ലോകത്തിലെ ഏറ്റവും ഭീകരനും ക്രൂരനുമായിട്ടുള്ള ഏകാധിപതിയായിട്ടാണ് ഇവർ ചിത്രീകരിച്ചത്. അതിനു മുമ്പ് ലിബിയയിലെ ഗദ്ദാഫിയെ അതുപോലെ തന്നെയാണ്, ഈദി അമീനെ അങ്ങനെയാണ്. അല്ല, ലോകത്തിൽ ഇവർക്കെതിരെ നിൽക്കുന്ന മുഴുവൻ ഭരണാധികാരികളെയും അമേരിക്കയുടെ കളിപ്പാവകളല്ലാത്ത ആരും തന്നെ മിഡിൽ ഈസ്റ്റ് ജസീറത്തുൽ അറബിൽ ഇല്ല എന്നുള്ളതാണ്. ഇറാന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം മറ്റ് ഗൾഫ് മേഖലകളിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമ്മർദ്ദത്തിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ കാര്യം. അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ്. തീർച്ചയായിട്ടും. ജനുവരി 28 ലോക ചരിത്രത്തിലെ അഭിശപ്തമായ ഒരു നിമിഷത്തിന്, ഏറെ വേദനാജനകമായ, ചരിത്രത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കരുത് എന്ന് ആഗ്രഹിച്ച, വിശ്വസിച്ച, പ്രാർത്ഥിച്ച 3-ാം ലോക മഹായുദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൂട്ടക്കുരുതികളുടെ ഒരു കാലത്തിലേക്ക് നമ്മളിന്ന് കടന്നു വരും. കുട്ടികളുടെ, പിഞ്ചു കുട്ടികളുടെ ഒരു നഴ്സറിയിൽ ബോംബിട്ടുകൊണ്ട്, അത്ര കുട്ടികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനധികൃതമായി മറ്റൊരു രാജ്യത്ത് കടന്നുകയറി ഇറാനിൻ്റെ പരമാധികാരിയെ ഖംനായെ വധിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. എങ്ങനെ നോക്കിയാലും മനുഷ്യരാശിക്ക് വലിയ ആശങ്കകളും ഭാവിയെക്കുറിച്ച് വിഹ്വലതകളും ഭീതികളുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതൊരു ബ്ലാക്ക് മെയിൽ യുദ്ധം, എപ്സ്റ്റൈൻ യുദ്ധം എന്നൊക്കെയാണ് പാശ്ചാത്യ നാടുകളിൽ തന്നെയുള്ള ചിന്തകരും പ്രമുഖരൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ജിജീഷ് അന്താരാഷ്ട്ര വിഷയങ്ങൾ, പ്രത്യേകിച്ച് എപ്സ്റ്റൈനും ഇറാനുമായിട്ടുള്ള ഈ വിഷയങ്ങളിൽ കുറേയധികം നാളുകളായിട്ട് പ്രഭാഷണങ്ങളും പഠനങ്ങളും നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ പേരുള്ളതിനേക്കാൾ കൂടുതൽ തവണ എപ്സ്റ്റൈൻ ഫയലുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേരുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ അതിലൊന്നും നമ്മൾ പുറത്തു വന്ന ഫയലുകളിലൊന്നും എന്തെങ്കിലും ക്രൈമുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങളില്ല. 50ഓളം ഡോക്യുമെൻറ്റ്സ് ഇവർ ഇത് പുറത്തു വിടാതെ വെച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതൊക്കെ സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളാണ്. ഇതിൽ എപ്സ്റ്റീൻ്റെ ക്രൈമുകളിൽ ഡൊണാൾഡ് ട്രംപിന് നേരിട്ട് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയം, അതിനെ ആ വഴിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള വേറൊരു വിഷയം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഈ അമേരിക്കൻ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ കാലത്തും, ഇപ്പോൾ ഏത് പ്രസിഡൻറ്റിൻ്റെ കാലത്താണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സമാധാനത്തെക്കുറിച്ച് സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റുമാരെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്ത കാലത്ത് ഇപ്പോൾ ഒബാമയ്ക്ക് നൊബേൽ പീസ് പ്രൈസ് കിട്ടിയതാണ്. പീസ് പ്രൈസ് കിട്ടിയതിന് ശേഷമാണ് ലിബിയയെ ആക്രമിക്കുന്നു. എത്ര മേഖലകളിലാണ് അതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റുമാരെക്കാൾ കൂടുതൽ യുദ്ധമുഖങ്ങൾ തുറന്ന ഒരാളാണ്. ട്രംപ് ആണെങ്കിലും ഇലക്ഷൻ സമയത്ത് യുദ്ധത്തിനെതിരെ സംസാരിച്ചു. പക്ഷേ അധികാരത്തിൻ്റെ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ പലപ്പോഴും അമേരിക്കൻ താല്പര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുന്നവർ അതെങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്നത് വെളിവാക്കുന്ന ഒരു സംഗതി കൂടിയാണ് യുദ്ധം. കാരണം ഇപ്പോൾ അമേരിക്കൻ വലതുപക്ഷത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ യുദ്ധത്തിനെതിരാണ്. എന്നിട്ട് പോലും ഈ റിപ്പബ്ലിക്കൻ പ്രസിഡൻറ്റിന് യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുന്നു. എപ്സ്റ്റൈൻ ഫയലുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഏതാണ്ട് 500ഓളം പേജുകളാണ് ആദ്യഘട്ടത്തിൽ തന്നെ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലായ്മ ചെയ്തു എന്ന് പറയുന്നത്. അതെ, പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ എപ്സ്റ്റൈൻ ഫയൽ ഇല്ലെങ്കിലും ഇസ്രായേലിനൊപ്പം കൂടി അമേരിക്ക ഇറാൻ ആക്രമിക്കുമായിരുന്നു എന്നാണ്. അത് ഈ സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത്, അതാണ് എനിക്ക് എപ്സ്റ്റൈൻ ഫയൽ കൊണ്ടാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്, ഒരു ബ്ലാക്ക് മെയിലിങ്ങിലൂടെയാണ് യുദ്ധം ഉണ്ടാകുന്നതൊക്കെ പറയുന്നത് കാര്യങ്ങളെ ലഘൂകരിച്ച് കാണുന്നതാണ്. ഈ ബ്ലാക്ക് മെയിലിങ്ങിൽ അല്ലെങ്കിൽ ഒരു നിഗൂഢ ആലോചനയുടെ ഭാഗമായിട്ടൊന്നുമുള്ള
സംഗതിയല്ല, ഇത് വളരെ ഓപ്പണായിട്ട് തന്നെ. ഇപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ നെതന്യാഹു 7 തവണയാണ് വൈറ്റ് ഹൗസ് സന്ദർശിച്ചത്. ഒരു അമേരിക്കക്കാരന് 7 തവണ ഒരു വർഷത്തിൽ വൈറ്റ് ഹൗസ് സന്ദർശിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതെല്ലാം കാലങ്ങളായിട്ട് ഇസ്രായേലിൻ്റെ ഒരു ആവശ്യമായിരുന്നു ഇറാനെ ഇല്ലാതാക്കുക എന്നുള്ളത്. ഈ പ്രദേശത്തെ ഇസ്രായേലിൻ്റെ ഒരു അപ്രമാദിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ വെല്ലുവിളിക്കുന്ന ഏകശക്തിയായിട്ടുള്ള ഇറാനെ അവിടെ നിന്ന് തുടച്ചു നീക്കുക, അവിടുത്തെ ഒരു ഭരണകൂടത്തെ മാറ്റി ഇവർക്ക് അനുകൂലമായ ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരിക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയായിരുന്നു. ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അണുവായുധങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന ആരോപണം. എന്നാൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അവിടുത്തെ ന്യൂക്ലിയർ സൈറ്റ്സ് വെർ ഒബ്ലിറ്ററേറ്റഡ് എന്നായിരുന്നു. നാമാവശേഷമാക്കി കഴിഞ്ഞു ന്യൂക്ലിയർ സൈറ്റുകളെല്ലാം പ്രിസിഷൻ സ്ട്രൈക്കുകൾ വഴി. അപ്പോൾ ഇനി ഈ ഇറാന് ന്യൂക്ലിയർ ശേഷി ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം, ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ആക്രമണം നടത്തിയിരിക്കുകയായിരുന്നു. വീണ്ടും അവിടെ ഇറാൻ ആണവ ആയുധങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള രീതിയിൽ. ഈ നെതന്യാഹു ആണെങ്കിൽ അദ്ദേഹം അധികാരത്തിലിരുന്ന കാലത്തൊക്കെയും ഇറാനെ ആക്രമണിക്കുമെന്ന് ശക്തമായ നിലപാടെടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ 91 മുതൽ അടുത്ത ആഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ നെതന്യാഹു. 91 പറഞ്ഞു, 96 പറഞ്ഞു, 2003 പറഞ്ഞു, ഇപ്പോൾ ഇറാഖിനെ ആക്രമിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേക താല്പര്യം, പ്രത്യേകിച്ച് നെതന്യാഹുവിൻ്റെ ഒരു താല്പര്യം ഇതിനകത്തുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അത് എപ്സ്റ്റീൻ ഫയൽ കൊണ്ടാണ് എന്ന് പറയുന്നത് വളരെ ലളിതവൽക്കരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇറാന് ഈ ന്യൂക്ലിയർ പ്രോജക്റ്റ് തുടങ്ങുമെന്നുള്ളതാണ് ഈ അടിയന്തരമായിട്ട് യുദ്ധത്തിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നതിന്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2003 ഇറാഖിനെ ആക്രമിക്കുന്നതിനും അന്ന് പറഞ്ഞ അതേ ന്യായങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ന്യൂക്ലിയർ പ്രോജക്റ്റ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇവർ ലോകത്തിന് മുമ്പിൽ ഉയർത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. അമേരിക്കയാണെങ്കിലും ഇസ്രായേലാണെങ്കിലും ഈ പാശ്ചാത്യ യാങ്കി സൈന്യങ്ങളൊക്കെ ഇവരുടെ ഒരു ലോബി പറയുന്ന ഒരു കാര്യം ജനാധിപത്യത്തെക്കുറിച്ചാണ്. ഇറാനിൽ ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനം എന്നുള്ള ഒരു വലിയൊരു ക്യാമ്പയിൻ അതെനിക്ക് തോന്നുന്നു സ്വീകാര്യതയും കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നല്ല രീതിയിൽ എല്ലാ വലതുപക്ഷ കേന്ദ്രങ്ങളിലും ഇതിനൊരു വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ന്യൂക്ലിയർ കാര്യം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 2 ആഴ്ചയ്ക്കുള്ളിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഇവരുണ്ടാക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞു തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഇവിടെ ഇറാൻ ചെയ്യാതിരുന്ന ഒരു കാര്യം ഇത്ര വർഷങ്ങളായിട്ടും ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാതിരുന്നു എന്നുള്ളതാണ്. അതായത് അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളിലൂടെ ഇത് സോൾവ് ചെയ്യാൻ കഴിയും, ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും, അവർക്ക് സമാധാനപരമായി പുലരാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിച്ച ഒരു ഭരണ സംവിധാനം കൂടിയായിരുന്നു ഇറാനിലുണ്ടായിരുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. നോർത്ത് കൊറിയ ആണവ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പേ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ ആരംഭിച്ച രാജ്യമാണ് ഇറാൻ. അമേരിക്കയുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ചർച്ചയുടെ ഫലമായിട്ട് അതിന് വഴങ്ങിക്കൊടുക്കുകയും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സ്ക്രൂട്ടിനിക്ക് സ്വയം വിധേയമാകാൻ തീരുമാനിക്കുകയും അവരുടെ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുകയും ഈ സമ്പുഷ്ടീകരണം സിവിലിയൻ ന്യൂക്ലിയർ ഫെസിലിറ്റികൾക്ക് വേണ്ടിയുള്ള അത്ര മാത്രമാക്കി ചുരുക്കി നിർത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കാലമായിട്ട് ആണവായുധം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത്. അതേസമയം ഇത് മനസ്സിലാക്കിയ നോർത്ത് കൊറിയ ആണവായുധം ഉണ്ടാക്കുകയും അവരിപ്പോൾ സുരക്ഷിതമായിട്ട് കഴിയുകയും ചെയ്യുന്നതാണ്. നമുക്ക് ദൗർഭാഗ്യകരമായ ഒരു നിഗമനത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മളെല്ലാവരും എതിർക്കുകയും ഭയാനകമായൊരു സംഭവമാണെന്ന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം. ഇന്ത്യ പോലും ആണവ പരീക്ഷണം നടത്തിയപ്പോൾ എതിർത്ത ആളുകളാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത്തരം ഹിംസാത്മകമായൊരു സംഗതിയിൽ കൂടി മാത്രമാണ് സമാധാനം നിലനിൽക്കുകയുള്ളൂ, അതിജീവനം സാധ്യമാവുകയുള്ളൂ എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ലോകം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഖമനായി കൊല്ലപ്പെട്ടു. നമ്മൾ നേരത്തെ ഹിന്ദുവിൻ്റെ ഇൻ്റർനാഷണൽ അഫയേഴ്സ് എഡിറ്റർ സ്റ്റാൻലി ജോണിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ റവല്യൂഷണറി ഗാർഡിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോൺടാക്റ്റ് കഴിഞ്ഞ തവണ ഇസ്രായേൽ ഇറാനിൽ ആക്രമിച്ചപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ മുല്ലമാർ ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞതാണ്. കാരണം ഖമനായുടെ ഒരു ഫത്വയുണ്ട്, ആണവായുധം പാടില്ല എന്ന് പറഞ്ഞൊരു ഫത്വയുണ്ട്. ആ ഫത്വ നിലനിൽക്കുന്നിടത്തോളം കാലം ഇറാൻ ഒരു രാജ്യമെന്ന നിലയ്ക്ക് ആണവായുധം നിർമ്മിക്കുകയില്ല. അതുകൊണ്ട് ഈ മുല്ലമാർ പ്രായോഗികമല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആണവായുധം നിർമ്മിക്കാത്തതെന്നും അതിൻ്റെ ഫലമായിട്ട് സാധാരണക്കാരായ ഇറാനിയൻ പട്ടാളക്കാർ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞതെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ആണവായുധ ശക്തിയാകാൻ ഇറാന് കഴിയില്ല എന്നും ഇറാൻ അങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്നും ആധ്യാത്മിക നേതാവ് എന്ന നിലയ്ക്ക് ഖമനിയുടെ ഒരു ഫത്വ നിലനിൽക്കുന്നിടത്തോളം കാലം അങ്ങനെ ഒരു പ്രൊജക്റ്റിലേക്ക് ഇവർ പോവുകയില്ല എന്നുള്ള വ്യക്തമായ അറിവ് പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു നിലപാടുള്ളതുകൊണ്ടാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സ്ക്രൂട്ടിനിക്ക് സ്വയം വിധേയമാകാൻ ഇവർ തയ്യാറാവുകയും ചെയ്തത്. എന്നാൽ അത്തരം വഴങ്ങിക്കൊടുക്കുകൾക്കൊന്നും നിൽക്കാതെ നോർത്ത് കൊറിയ സ്വന്തമായിട്ട് ആയുധം ഉണ്ടാക്കുകയും സുരക്ഷിതമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സദ്ദാം ഹുസൈൻ ആണവായുധം ഉണ്ടാക്കിയില്ല, അദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഇപ്പോൾ വെനസ്വേലയിൽ മഡൂരോയ്ക്ക് എന്താ സംഭവിച്ചതെന്നറിയാം.
ആണവായുധമില്ലാത്ത രാജ്യങ്ങളെല്ലാം ഇവർ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ ഇറാനിൽ ആണവായുധം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമായിരുന്നുവെങ്കിൽ അമേരിക്ക ഒരിക്കലും തന്നെ ആക്രമിക്കില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു റെജീം ചേഞ്ച് എന്ന് പറയുന്നത് ലോകത്ത് ഭീകരമായ രീതിയിൽ സംഭവിക്കുന്നുണ്ട്. ലോകം ഒരേ ഒരു അച്ചുതണ്ടിലേക്ക് അവർ തീരുമാനിക്കുന്നത് മാത്രം നടപ്പാക്കുന്ന, അവർക്ക് വിധേയമായ, അവർക്ക് മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ലോകം വല്ലാതെ മാറ്റപ്പെടുന്നുണ്ട്. അതിനുള്ള ഒരു നൈതിക ചെറുത്തു നിൽപ്പ് എന്ന് പറയുന്നത് അപൂർവമായ ചില രാജ്യങ്ങളിൽ മാത്രമായിരുന്നു. അതിൽ ഒന്നാണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. ഏകധ്രുവമായ ഒരു സാത്താനിക് വേൾഡ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അമേരിക്കയുടെ ഒരു അപ്രമാദിത്വം എന്ന് പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തൊട്ട് മുൻപുള്ള ദശകങ്ങളുണ്ടായിരുന്ന അത്ര ഒരു അപ്രമാദിത്വം അമേരിക്കയ്ക്ക് ഉണ്ടോ എന്നുള്ളതാണ്. എന്നാലും ഇല്ല എന്ന് പറയാനും പറ്റില്ല. കാരണം അവരുടെ അപ്രമാദിത്യം എന്ന് പറയുന്ന കമ്പോളങ്ങൾക്ക് മേല ഇന്ത്യയെ തന്നെ അറിയാലോ. ഇന്ത്യ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചതാണ്. ശേഷം ഇന്ത്യ വീണ്ടും മുമ്പ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ കൂടുതൽ ദയനീയമായ അടിമത്തത്തിലേക്ക് മാറേണ്ട വന്നു. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ അതല്ലാത്ത യുദ്ധങ്ങൾ കൂടി ലോകത്ത് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ യുക്രൈനിൽ റഷ്യയുടെ യുദ്ധമാണ് നടക്കുന്നത്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളുടെ ചരിത്രം എടുത്താൽ അമേരിക്കയുടേതല്ലാത്ത ഏകപക്ഷീയമായ യുദ്ധങ്ങളൊന്നും ഇപ്പോൾ റഷ്യ ക്രിമിയൻ അനക്സേഷൻ അല്ലാതെ മറ്റൊരു സംഭവം താല്പര്യമായിട്ടില്ല. മറ്റേ യൂറോപ്യൻ യൂണിയന്റെ താല്പര്യമുണ്ട്, അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ടെന്നല്ല, ഈ അമേരിക്ക മുൻകൈ എടുത്ത് നേരിട്ട് ഇടപെടാത്ത, അവരുടെ താല്പര്യപ്രകാരം അല്ലാത്ത ഒരു യുദ്ധം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ട് നടക്കുന്നത് ഇപ്പോൾ യുക്രൈനുമായിട്ട് റഷ്യ നടത്തുന്ന അത് എനിക്ക് തോന്നുന്നത് ഏകധ്രുവക്രമത്തിൻ്റെ ദൗർബല്യം മീൻസ് ഈ പറയുന്ന അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ഒരു പരിഭ്രാന്തിയിൽ നിന്നാകാം ഇത്ര അക്രമാത്മകമായിട്ട് ഇവർ പ്രതികരിക്കാൻ തുടങ്ങി. ഇറാനെ ആക്രമിക്കുമ്പോൾ പ്രധാന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചൈന, റഷ്യ ഈ രണ്ട് രാജ്യങ്ങളാണ് ഇവർക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. അതിൻ്റെ മേജർ ഫോഴ്സ് എന്ന് പറയുന്നത് ചൈന തന്നെയാണ്. ഈ ചൈനയുടെ ഊർജ്ജ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇറാൻ ആക്രമിക്കുക എന്നുള്ളത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ണറാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ദുർബലപ്പെടുത്തുക എന്നൊരു ദീർഘകാല അജണ്ട കൂടി അമേരിക്കൻ സ്ട്രാറ്റജിക് താല്പര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ആക്രമണത്തിനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഏകധ്രുവ ലോകക്രമം അവരുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന മറ്റ് ശക്തികളെ ദുർബലപ്പെടുത്താനുള്ള ഒരു പദ്ധതിയുടെ ഭാഗം കൂടിയായിട്ട് ഈ ആക്രമണത്തെ കാണേണ്ടി വരും. കാരണം ഈ പശ്ചിമേഷ്യ മുഴുവൻ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അവിടെ നിന്ന് പ്രധാനപ്പെട്ട ഒരു എതിർപ്പ് എന്ന് പറയുന്നത് ഇറാനാണ്. മാത്രമല്ല ഈ പശ്ചിമേഷ്യയിൽ നിന്ന് കരമാർഗം നേരിട്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്കും ചൈനയിലേക്കും റഷ്യയിലേക്കും ഒക്കെ കടക്കാനുള്ള ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നതും ഇറാൻ തന്നെയാണ്. ആ രീതിയിൽ ഇറാൻ്റെ ഒരു നിയന്ത്രണം അമേരിക്കയുടെ കീഴിലായിരിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും ഏകധ്രുവ ലോകക്രമം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ നിയന്ത്രണം അവരുടെ കീഴിലായിരിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കരമാർഗ്ഗമാണെങ്കിലും മറ്റേ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ ഒരു നീക്കം വെച്ച് നോക്കിയാലും ഏത് രീതിയിലും അവർക്ക് താല്പര്യമുള്ള ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടാകണം എന്നുള്ളത്, പ്രത്യേകിച്ചും ചൈനയും റഷ്യയും ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് ഇസ്രായേലിൻ്റെ മാത്രം താല്പര്യമല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കൻ ഹെജിമണി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വേൾഡ് ഓർഡർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കൂടിയാണ് എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പറഞ്ഞാൽ വലിയ കാര്യമുണ്ട്. കാരണം അമേരിക്ക കൊളാപ്സ്ഡ് ആവുകയാണ്. അമേരിക്കയിലുള്ള പല ചിന്തകർക്കും അതറിയാം. അതോടൊപ്പം തന്നെ ഇസ്രായേലും അതീവ ഗുരുതരമായ പ്രതിസന്ധികളിലേക്ക്, സിവിലിയൻ റെസിസ്റ്റൻസ് അടക്കമുള്ള സ്വന്തം ജനത തന്നെ തിരിയുന്നൊരവസ്ഥയിലേക്ക് അവിടെയും വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എണ്ണയ്ക്ക് മേലുള്ള ഒരു ആധിപത്യമാണ്. ലോകത്തെ ഭരിക്കുന്നത് ഇന്ന് ഈ എണ്ണയാണ്. എണ്ണയുടെ വിലയും എണ്ണയുടെ കയറ്റുമതിയൊക്കെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇറാനിൽ എന്ന് പറയുന്നത്, ഇറാനിൽ ലോകത്തെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 4ാം സ്ഥാനത്തുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നിർണായകമായ ഒരു സ്വാധീനം എണ്ണയിന്മേൽ ഇറാനുണ്ട്. കൂടാതെ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് എണ്ണ വിലയെ നിയന്ത്രിക്കുന്നതിലും ഓയിൽ ബേസ്ഡ് മാർക്കറ്റിനെ, എക്കണോമിയെയും കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ പുറമേ കാണുന്നതല്ലാത്തൊരു കഴിവ് ഇറാനുണ്ട്. വെനിസ്വേല ആക്രമിക്കുന്നതിൽ എണ്ണ ഘടകമാണ്. അതുപോലെ തന്നെ അതിൻ്റെ 2ാം ചാപ്റ്ററാണ് ഇറാൻ ആക്രമിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയായിരുന്നു വെനിസ്വേല ആക്രമിച്ചതെന്ന് കൂടി നമ്മൾ വിചാരിക്കേണ്ടി വരും. ഈ എണ്ണയുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. മാത്രമല്ല ഈ ഇറാനിലെ അമേരിക്കൻ ഇടപെടലുകൾ എണ്ണയുടെ പേരിലാണ്. ഇത് ആദ്യത്തെ ഇടപെടലുമല്ല.
നമ്മൾ ആദ്യം പറഞ്ഞ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണെന്ന് ഇവർ പറയുമ്പോൾ ഇപ്പോൾ ട്രംപ് ആദ്യമായിട്ടാണ്. ട്രംപ് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾക്ക് സത്യം പറയുന്ന ആളാണ്. ഇപ്പോൾ വെനസ്വേലയെ ആക്രമിച്ചപ്പോൾ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തുറന്നു പറഞ്ഞ ആളാണ്. ഇപ്പോൾ ഇന്നലെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഇറാനെ ആക്രമിച്ചതെന്ന് പറയുന്നുണ്ടായി. പക്ഷേ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനു മുമ്പും ഇറാനിൽ ഇടപെട്ടിട്ടുണ്ട്. ജനാധിപത്യത്തിന് വേണ്ടിയിട്ടല്ല, ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. 1951 മുഹമ്മദ് മൊസാദെ ഇറാനിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ജനനേതാവാണ്. ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വന്ന ആളാണ്. അദ്ദേഹത്തെ ഒരു അട്ടിമറിയിലൂടെ ഇല്ലാതാക്കി, അധികാരത്തിൽ നിന്ന് പുറത്താക്കി, അവിടെ ജനാധിപത്യ സംവിധാനം ഇല്ലാതാക്കിയ ചരിത്രം അമേരിക്കയ്ക്ക് സ്വന്തമാണ്. അപ്പോൾ അന്ന് ബ്രിട്ടീഷ് ഓയിൽ കമ്പനികളുടെ താല്പര്യപ്രകാരമാണ്. ബ്രിട്ടനായിരുന്നു പ്രധാനപ്പെട്ട ലോക ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓയിൽ കമ്പനികളെ ദേശസാൽക്കരിക്കുകയും സ്വന്തം വിഭവങ്ങൾ സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇറാനിയൻ ഗവൺമെൻറ് വന്നപ്പോൾ ബ്രിട്ടൻ ഇതിനെതിരെ തിരിഞ്ഞു. ഒപ്പം അമേരിക്കയും ചേർന്നു. M16 മറ്റേ CIA കൂടി ചേർന്നുകൊണ്ട് ഈ ഓപ്പറേഷൻ അജാക്സ് എന്ന് പറഞ്ഞൊരു പദ്ധതിയിലൂടെ ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ അന്നുണ്ടായൊരു കാര്യം. ഇപ്പോൾ ഇറാനിലെ തെരുവുകളിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രതിഷേധങ്ങളെല്ലാം ഇപ്പോൾ CIA ഉണ്ടാക്കിയതാണെന്നോ അല്ലെങ്കിൽ മൊസാദ് ഉണ്ടാക്കിയതാണെന്നോ പറയുന്നില്ല. തീർച്ചയായിട്ടും ഒരു ഒപ്രസീവായിട്ടുള്ള ഒരു റെജീമാണ് അവിടെ നിലനിൽക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തർക്കമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് പറയില്ല. പക്ഷേ ഈ 53 സംഭവിച്ചത് എന്താണെന്ന് പിന്നീട് CIA തന്നെ അവരുടെ ഡീക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റുകളിൽ നിന്നും അന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹെൻറി കിസിഞ്ചറുടെ പ്രസ്താവനകളിൽ നിന്നെല്ലാം പിന്നീട് വെളിവായിട്ടുണ്ട്. അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു വിഭാഗം ആളുകൾ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രക്ഷോഭകാരികൾ പുറത്തിറങ്ങുന്നു. ഉടനെ തന്നെ 1-2 ദിവസത്തിനകം ഗവൺമെൻറ്റിന് അനുകൂലമായ പ്രക്ഷോഭകാരികൾ വരുന്നു. രണ്ടും സായുധരായ ആളുകളാണ്. വലിയ അക്രമം അഴിച്ചു വിടുന്നു. വലിയ രീതിയിൽ തെരുവുകൾ കലാപകലുഷിതമാകുന്നു. ഈ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 വിഭാഗക്കാരെയും ആയുധം നൽകി ഇറക്കി വിട്ടത് CIA തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇതിന് ഒപ്പം മുൻപന്തിയിലുണ്ടായിരുന്ന ആളുകൾക്ക് അറിയാമായിരുന്നിരിക്കാം. പക്ഷേ ഇതിനൊപ്പം ചേർന്ന ജനങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു തങ്ങൾ CIAയുടെ പാവകളായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ മൊത്തം കലുഷിതമാക്കുകയും ഹിംസാത്മകമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അങ്ങനെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ ഇല്ലാതാക്കുകയും അതിനുശേഷം ഒരു മൊണാർക്കി ഈ പറയുന്ന ഷായെ അവിടെ കൊണ്ടുവന്ന് രാജാവായി വാഴിക്കുകയും അത് ഈ മൊസാദിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് CIA ടൈപ്പ് ചെയ്ത് ഷായെ ഏൽപ്പിക്കുകയും ഷായും സഹോദരിയും വന്ന് അത് നോക്കി വായിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ ജനാധിപത്യത്തെ പിഴുതെറിഞ്ഞതിന് ശേഷം നടന്ന ചരിത്ര പരിണാമഘട്ടത്തിലാണ് ഈ പറയുന്ന ഇസ്ലാമിക വിപ്ലവം ഉണ്ടാവുകയും ഷാ ഭരണകൂടത്തിന് പുറത്താവുകയും ചെയ്യേണ്ടി വരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയും ഇപ്പോൾ ഇവർ പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടന അവിടെ അധികാരത്തിൽ വരികയും ജനാധിപത്യ വിരുദ്ധമായ ഒരു ഭരണം ഉണ്ടാകുകയും എല്ലാം ചെയ്തതിനുള്ള മൂല കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലാണെന്നുള്ളതാണ്. ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ദുഷ്ട ഭരണാധികാരികൾ ഒപ്രസ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കണ്ട് സദ്ദാം ഹുസൈന് മേലിൽ ഇവരിങ്ങനെ ഒരു വലിയ നേരത്തെ ജിജീഷ് ചർച്ച ചെയ്ത കാര്യമാണ്. സദ്ദാം ഹുസൈൻ ലോകത്തിലെ ഏറ്റവും ഭീകരനും ക്രൂരനുമായിട്ടുള്ള ഏകാധിപതിയായിട്ടാണ് ഇവർ ചിത്രീകരിച്ചത്. അതിനു മുമ്പ് ലിബിയയിലെ ഗദ്ദാഫിയെ അതുപോലെ തന്നെയാണ്, ഈദി അമീനെ അങ്ങനെയാണ്. അല്ല, ലോകത്തിൽ ഇവർക്ക് എതിരെ നിൽക്കുന്ന മുഴുവൻ ഭരണാധികാരികളെയും അവരുടെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുകയും അമേരിക്കൻ അടിമത്തത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു. എല്ലാവരെയും അവർ വിശേഷിപ്പിക്കുന്ന ഒരു പേര് തന്നെയാണ്. ഈ ആയത്തുള്ള അലി ഖാംനായിക്കും അവർ ഇതേ പേര് തന്നെയാണ് നൽകിയിരിക്കുന്നത്. തങ്ങൾക്കെതിരെയുള്ള രാജ്യ ഭരണാധികാരികളെ മോശപ്പെടുത്തുകയും മാനുഷികതയുടെയും ലോകത്തിൻ്റെ ശത്രുക്കളെന്ന് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രം. ഇപ്പോൾ സദ്ദാം ഹുസൈൻ്റെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞല്ലോ. സദ്ദാം ഹുസൈൻ ഇറാനെ ആക്രമിച്ച സമയത്ത് അമേരിക്കയ്ക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു. അതെ, 8 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധമാണ്. അത് രാസായുധങ്ങൾ വരെ പ്രയോഗിക്കാൻ തയ്യാറാകുകയും അതിനെല്ലാം അമേരിക്ക സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പുള്ളി പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഇയാൾ ജനാധിപത്യ വിരുദ്ധനായതും ഏകാധിപതിയായതും എല്ലായതും. അതിനു മുമ്പ് ക്രൂരമായ വേട്ട. ഇപ്പം ഇറാഖിൽ അയാൾ ഏറ്റവും കൂടുതൽ വേട്ടയായിട്ടുള്ള ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ സദ്ദാം ഹുസൈൻ്റെ ചിത്രം വിളിച്ച് ഭരണം നടത്തി എന്നുള്ളത് വേറെ ആയിരിക്കും. അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ ഇപ്പോൾ ഇറാനെതിരെ ആക്രമണം ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ അമേരിക്ക ചേർത്ത് നിർത്തുകയും രാസായുധങ്ങൾ ഉപയോഗിച്ചാണ് അവർക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ അവർ ഒഴിവാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഖംനായെ വില്ലനൈസ് ചെയ്യുക. അപ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ അവിടെ ഇസ്ലാമിക ഭരണകൂടം വരുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടോ എന്നുള്ളതൊന്നും വലിയ പ്രശ്നമല്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ മുജാഹിദിനെ വളർത്തിയതും അധികാരത്തിലെത്തിച്ചതും താലിബാനെ സൃഷ്ടിച്ചതും എല്ലാം ഇവർ തന്നെയാണ്.
ഒരു സംശയമില്ല. ഇപ്പോൾ സിറിയയിൽ എന്താ സംഭവിച്ചത്? സിറിയയിലൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയെ തീർച്ചയായിട്ടും പുറത്താക്കിയിട്ട് അവിടെ ഒരു മത ഫനാറ്റിക് ആയിട്ടുള്ള ഒരാളെ, ഫനാറ്റിക് ആയിട്ടുള്ള ആളെന്നല്ല, തീവ്രവാദിയായിട്ടുള്ള ഒരാളെ, അൽഖ്വയ്ദ, ഇറാഖിന് അൽഖ്വയ്ദ രൂപം കൊടുക്കുകയും അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്ത ആള്, അമേരിക്ക തലയ്ക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് വിലയിട്ട ഒരാള്, ഈ പറയുന്ന ജൊലാനിയെ അവിടെ കൊണ്ടുപോയി വാഴിച്ചതിന് ശേഷം ഒരാഴ്ചക്കകം ഈ അമേരിക്ക തലയ്ക്ക് വിലയിട്ട പരിപാടിയൊക്കെ നിർത്തി ഈ വൈറ്റ് ഹൗസിൽ കൊണ്ടുപോയി, യൂറോപ്യൻ യൂണിയനിൽ കൊണ്ടുപോയി പ്രസംഗിച്ചു, എല്ലായിടത്തും കൊണ്ടുപോയി സ്വീകാര്യനാക്കുകയും അയാൾ ജനാധിപത്യത്തിൻ്റെ അപ്പോസ്റ്റലായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയുടെ യഥാർത്ഥ പ്രശ്നം അവിടെ ജനാധിപത്യം ഉണ്ടോ അല്ലെങ്കിൽ ആളുകൾ സ്വതന്ത്രനാണോ എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. യഥാർത്ഥത്തിൽ അവിടെ അവരുടെ വിഭവങ്ങൾ അമേരിക്ക അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ, അമേരിക്കൻ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രയോഗിക്കാൻ കഴിയുന്നുണ്ടോ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകുന്നുണ്ടോ, അവരൊരു ഹെജിമണി ഇവർ അംഗീകരിക്കുന്നുണ്ടോ, ഇസ്രായേലിന് വിരുദ്ധമായിട്ട് നിലപാടെടുക്കുന്നുണ്ടോ എന്നൊക്കെ മാത്രമാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ അമേരിക്കയുമായിട്ട് സഹകരിച്ചു പോകാൻ നോക്കി. ഇപ്പോൾ അമേരിക്കയെ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനെ എതിർത്താണ്. ഈ അഫ്ഗാൻ ആക്രമണത്തെ ആദ്യമായി അനുകൂലിച്ച രാജ്യങ്ങളിലൊന്ന് ഇറാനായിരുന്നു. തീർച്ചയായിട്ടും അതെ. അങ്ങനെ ആക്രമിച്ച് അമേരിക്ക അഫ്ഗാൻ ആക്രമണം ആരംഭിച്ചു, ഇറാൻ അതിനെ അനുകൂലിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രസംഗിച്ചു, ആക്സിസ് ഓഫ് ഇവിളിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണി ഇറാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഇവരുമായിട്ട് ചർച്ച നടത്തിയാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നും നമ്മൾ ആണവായുധം ഉണ്ടാക്കേണ്ടതില്ല എന്നും വിചാരിക്കുക ഒരു ഭരണ സംവിധാനം അങ്ങനെ വിചാരിക്കുകയും അതിന് മതപരമായ ഒരു നിറം നൽകുകയും അതിനെ എതിർത്തുകൊണ്ടൊരു ഫത്വ പുറപ്പെടുവിക്കുകയും ചെയ്ത്, ഇതൊക്കെ വളരെ ഒരു ബ്ലണ്ടറാണ്. നമ്മൾ ഹിമാലയൻ ബ്ലണ്ടർ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു നയതന്ത്ര രംഗത്ത്, ഒരു ഭരണാധികാരി എന്ന രംഗത്ത് തീരുമാനമെടുക്കുന്നതിൽ അയാൾ പറഞ്ഞതുപോലെ ഈ മുല്ലമാർ ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും സമാനമായിട്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുക, ഗുരുതരമായിട്ടുള്ളത്. ഒരു അമേരിക്കയുടെ ഭരണകൂടം തന്നെയാണ് പാകിസ്ഥാനിലുള്ളത്. ഇത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ കണക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് തോന്നുന്നത്. കാരണം അഫ്ഗാൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഇറാൻ അനുകൂലമായിട്ടുള്ളതിനെ ഇവർ തടയാനുള്ള ഒരു സാധ്യത കൂടി ഇത് വഴി അവർ ലക്ഷ്യം കാണുന്നില്ലേ? ഇറാൻ അനുകൂലമായിട്ടുള്ള അഫ്ഗാൻ്റെ ഇൻ്റർവെൻഷൻ അങ്ങനെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ബന്ധത്തേക്കാൾ ദൃഢമായ ബന്ധം ഇന്ത്യയും ഇറാനുമായിട്ടുള്ള ബന്ധമാണ്. ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ കശ്മീർ വിഷയത്തിൽ ഇത് ഒരു അന്താരാഷ്ട്ര വിഷയമായിട്ട് ഉന്നയിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഇതിൽ കൊണ്ടുവരണമെന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് നിന്ന സമയത്ത് കശ്മീർ വിഷയത്തിൽ ഇന്ത്യൻ നിലപാടുകൾക്കൊപ്പം നിന്ന ഒരു രാജ്യമാണ് ഇറാൻ. അങ്ങനെ ഒരു രാജ്യത്തെ ഈ ആക്രമണത്തിന് തൊട്ട് മുൻപ് ആ രാജ്യത്തെ പ്രധാനമന്ത്രിയെ ഇസ്രായേലിൽ കൊണ്ടുവരികയും ഇതിനെ ഇന്ത്യയുടെ കൂടി അംഗീകാരത്തോടു കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത് എന്നൊരു പ്രതീതി ചെയ്യും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ ബാദറും ഇന്ത്യ മാത്രമാണ് തമാശയൊക്കെ അവിടെ കിട്ടെ. അപ്പോൾ അത് നമുക്ക് ഒരു പൊതുവതിൽ പറയാൻ കൊള്ളില്ല. അപ്പോൾ ഇന്ത്യ ഇതിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സ്ട്രാറ്റജിക് താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇറാനെതിരായുള്ള യുദ്ധത്തിന് കൂട്ടുനിൽക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ആര് ഭരിച്ചാലും, ഇപ്പോൾ മോദി ഭരിച്ചാലും മറ്റാരൊക്കെ തന്നെയാണെങ്കിലും പ്രാഥമികമായിട്ട് സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിനോട് താല്പര്യം തീരെ ഇല്ലാത്തവരാണെന്ന് വിചാരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്ങനെയോ ഇന്ത്യയെ കൂടി ഇതിൻ്റെ ഭാഗമാക്കി തീർക്കുന്നതിന് ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ഭരണകർത്താക്കൾ ഇത് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അല്ലെങ്കിൽ അതിന് മുൻപേ ഈ രാജ്യങ്ങളിൽ നിന്ന് ഇവരെ മാറ്റുന്നതിനാണ് നമ്മുടെ ഒരുപാട് ഇന്ത്യൻ ഡയസ്പൊറ ഒരുപാടുള്ള ഒരു പ്രദേശമാണ് ഈ ഗൾഫ് മേഖല, പശ്ചിമേഷ്യ. അവിടെ ഒന്ന് മാറ്റുന്നതിനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ യാതൊരു സൂചനയും ഇന്ത്യക്കാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ എങ്ങനെയോ ഇന്ത്യയെ കൂടി ഇതിൻ്റെ ഭാഗമാക്കി. അത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇറാനിൽ ഒരുപാട് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റുകളുള്ളൊരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ഇറാൻ്റെ പ്രധാനപ്പെട്ട ഒരു തുറമുഖം ചബഹാർ പോർട്ട് നടത്തുന്നത് ഇന്ത്യയാണ്. അല്ല, അന്താരാഷ്ട്ര രംഗത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയാണ് നടത്തുന്നത്. അപ്പോൾ അത് ഒരു യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ വളരെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ കൂടെ നിർത്തുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇന്ത്യ അതിൻ്റെ ഒപ്പം നിന്നു പോയതാണോ അതോ അറിയാതെ സംഭവിച്ചതാണോ എന്നുള്ള
കാര്യമുണ്ട്. കാരണം അതിൻ്റെ ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ശ്രദ്ധ അങ്ങോട്ട് പോകും. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു ആരോപണം, പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണെങ്കിൽ പോലും പാകിസ്ഥാൻ ഇൻ്റലിജൻസിൻ്റെ ഒരു സഹായം ഇറാൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ശ്രദ്ധ മറ്റൊരു മേഖലയിലേക്ക് തിരിച്ചതിന് ശേഷമാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആക്രമണം നടത്തുന്നതിനുള്ള തീരുമാനം അമേരിക്കയും ഇസ്രായേലും കൈക്കൊണ്ടിരുന്നു. അമേരിക്കയുടെ നാവിക സേനാ വ്യൂഹങ്ങളെല്ലാം അവിടെ വളരെ ദിവസങ്ങളായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴും ഇവർ സമാധാന ചർച്ചകൾ നടത്തുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയും ഒമാൻ്റെ മാധ്യസ്ഥത്തിൽ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോവുകയും സമാധാന ചർച്ചകൾ കരയ്ക്കടുക്കുന്നു എന്നുള്ള സൂചന ഒമാൻ വിദേശകാര്യമന്ത്രി പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും ഒരു ചതിയുടെ ഒരു കഥ കൂടി ഈ ആക്രമണത്തിൻ്റെ ടൈമിങ്ങിന് പിന്നിലുണ്ട്. അത് ഇറാനെ മാത്രമാണോ അതോ ഇന്ത്യയെയും മറ്റ് പല രാജ്യങ്ങളെയും കൂടി ചതിച്ചതിൻ്റെ ഭാഗമാക്കിയാണോ ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ലെങ്കിൽ പോലും വളരെ അപ്രതീക്ഷിതമായ ഒരു സ്വഭാവം ഈ ആക്രമണത്തിലുണ്ടായിരുന്നുള്ള ഒരു സംശയമൊന്നുമില്ല. ഒരു സംശയമില്ല. റഷ്യ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ചതിയായിരുന്നു എന്നുള്ളത്. റഷ്യ ഒരു പ്രസ്താവനയായിട്ട് തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഈ യുദ്ധം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം അമേരിക്കയുടെ കളിപ്പാവകളല്ലാത്ത ആരും തന്നെ മിഡിൽ ഈസ്റ്റ് ജസീറത്തുൽ അറബിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അവിടുത്തെ ഏറെക്കുറെ സൈന്യമാകട്ടെ, അവിടുത്തെ മറ്റ് സാമ്പത്തിക മേഖലയാകട്ടെ, ടൂറിസം ആകട്ടെ, ഇതെല്ലാം തന്നെ ഇസ്രായേലും അമേരിക്കയുമാണ് കൈകാര്യം ചെയ്യുന്ന പോലും. അപ്പോൾ അതിൽ ഈ ഇറാൻ യുദ്ധം തീർച്ചയായിട്ടും വരുന്ന കാലത്ത് മാറ്റങ്ങൾ വരുത്തും എന്നുള്ള ജിയോ പൊളിറ്റിക്സിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലൊരു ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഈ യുദ്ധം ഉണ്ടാക്കുന്നു തന്നെ വിശ്വസിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. ഇന്നലെ മുസ്ലിം വേൾഡ് ലീഗിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അവരുടെ പ്രസ്താവന ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് മേൽ നടത്തിയ ആക്രമണത്തെ ആരോപിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അമേരിക്ക ഇസ്രായേലും ഇറാനെ ആക്രമിക്കുമ്പോൾ അവർ വെറുതെ കൈകെട്ടി നോക്കി നിൽക്കണം എന്നാണോ? അവർക്ക് ആക്രമിക്കാൻ ഏറ്റവും സാധ്യതയുള്ള അമേരിക്കൻ ബേസുകളിൽ ആക്രമണം തിരിച്ച് നടത്തുകയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ഇറാന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം മറ്റ് ഗൾഫ് മേഖലകളിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമ്മർദ്ദത്തിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ കാര്യം. അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനോട് ഈ പറയുന്ന അറബ് ഇപ്പോൾ വിക്കിലീക്സിൻ്റെ കേബിളുകൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട അറബ് രാഷ്ട്രം അമേരിക്കൻ പ്രതിനിധികളോട് ആ സർപ്പത്തിൻ്റെ തലയിറക്കണം എന്ന് സന്ദേശം അയച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇവരുടെ ഒരു ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ഏത് താല്പര്യങ്ങൾക്കനുസരിച്ചാണ് എന്നത് വളരെ വ്യക്തമാണ്. അത് നിസ്സാരമാണ്. രാജാധികാരം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ പൗരാവകാശങ്ങളില്ലാത്ത രാജ്യങ്ങളെന്ന് പറയുന്ന ഒരു വിധത്തിൽ നോക്കുവാണെങ്കിൽ സൗദി അടക്കമുള്ള ഇറാനേക്കാളും മോശമാണ്. ഇറാനിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണുള്ളത്. ഇലക്ഷൻ നടക്കുന്ന ഒരു സംവിധാനമാണ് ഏകാധിപത്യയോടെ നിലനിൽക്കുന്നതെന്ന് ഖഷോഗിയുടെ വധം തന്നെ അറിയാമല്ലോ. എത്രയോ രാജകുടുംബ അംഗങ്ങളെ പോലും അവർ തടവിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് UAE അതിനേക്കാളും മോശമാണ്. അപ്പോൾ ഒരു മുല്ലപ്പൂ വിപ്ലവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഏത് സമയത്തും ഏതു തരത്തിലുള്ള കലാപവും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖല ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്നത്. മാത്രമല്ല കലാപത്തേക്കാൾ ഉപരി ഈ അമേരിക്കയ്ക്ക് താല്പര്യമുള്ളതാകുന്ന ആ നിമിഷം അവിടെ ജനാധിപത്യം ഇല്ല എന്ന് അമേരിക്ക പറയും. അതെ, അതാണ് അതിൻ്റെ ഒരു ഇത്. ഈജിപ്തിലും അത് തന്നെയാണല്ലോ സംഭവിച്ചത്. അവിടെ ഒരു ഒരു ഇലക്ട്രലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അതിനെ അട്ടിമറിച്ചുകൊണ്ട് പകരം ഒരു മിലിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഒരു ഏകാധിപതിയെ അവിടെ സ്ഥാപിക്കുകയാണ് അമേരിക്ക ചെയ്തത്. ജിയോ പൊളിറ്റിക്സിൽ എന്തൊക്കെയാണെങ്കിലും വരുന്ന ഒരു കാലത്തിൽ വളരെ സാരമായിട്ടുള്ള മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ ഇപ്പോഴുള്ള ഈ ഒരു സംഘർഷം എന്ന് പറയുന്നതിന് ഒരുപാട് ആയുസ് ഉണ്ടാകുന്നു തോന്നുന്നില്ല. വളരെ പെട്ടെന്ന് അവസാനിക്കേണ്ട ഒരു യുദ്ധമായിട്ട് തന്നെ പോകും. കാരണം അത്രമാത്രം ഭീകരമായ നഷ്ടങ്ങൾ ഇരു കൂട്ടർക്കുമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഏകപക്ഷീയമായ നഷ്ടങ്ങളുടെ ഒരു കാലം കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് കനത്ത നഷ്ടങ്ങളുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇസ്രായേലിനും അതിനേക്കാൾ ഭീകരമായ രീതിയിലുള്ള ഡാമേജുകൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. തിരിച്ച് ഡാമേജുകൾ ഉണ്ടാകുന്നിടത്ത് ഇവർ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു പതിവാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിലൊരു റെജീം ചേഞ്ച് അവിടെ ഉണ്ടാകണം. റെജീം ചേഞ്ച് ഉണ്ടായില്ല സാധ്യമാകും. അത് മറ്റിപ്പം
ഇറാഖിൽ നടന്നതുപോലെ അല്ലെങ്കിൽ ലിബിയയിൽ നടന്നതുപോലെ സിറിയയിൽ നടന്നതുപോലെ എളുപ്പത്തിലത് നടക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും ഏകാധിപത്യ സംവിധാനമാണ് നിലനിന്നിരുന്നതെന്ന് പറയുമ്പോഴും അതൊരു വ്യക്തികേന്ദ്രിതമായ സംഭവങ്ങളിലൂടെയാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഒരു സിസ്റ്റമാണ്, ഒരു ഐഡിയോളജിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ തലവനായിട്ടാണ് ഖൊമനായി നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലാതായാൽ ആ സ്ഥാനത്ത് വേറൊരാൾ വരും. അപ്പോൾ ആ പോരാട്ടം തുടരുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സമീപകാലത്ത് നടന്നതുപോലുള്ള എളുപ്പത്തിലുള്ളൊരു റെജീം ചേഞ്ച് നടക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും അതെ. മാത്രമല്ല അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വലിയ രീതിയിൽ നമ്മൾ ഈ പുറമെ കാണുന്നതല്ലാത്തൊരു പിന്തുണ, പ്രത്യേകിച്ച് ഷിയാക്കളുടെ പിന്തുണ എന്ന് പറയുന്ന അവിടുത്തെ ഭരണകൂടങ്ങൾക്കുണ്ട്. അവരത് ഏതറ്റം വരെയും അവർ യുദ്ധം ചെയ്യാനും തയ്യാറായ ഒരു സംഘം തന്നെയാണ്. മാത്രമല്ല മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഒരു ഭൂപ്രകൃതിയോ സംവിധാനങ്ങളൊന്നും അല്ല ഇറാനുള്ളത്. വിശാലമായ ഒരു ഭൂപ്രകൃതിയുണ്ട്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹൈഡ് ഔട്ട്സുകളുണ്ട്. അങ്ങനെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഭൂപ്രകൃതിയുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്. കുറച്ച് ഡാമേജ് ഉണ്ടാകും, കൊളാറ്ററൽ കുറച്ച് ഡാമേജുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ കാര്യമായിട്ട് ഇപ്പം ഈ പറയുന്ന പോലെ ഏരിയൽ യുദ്ധത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഗ്രൗണ്ടിൽ ബൂട്ട് വയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അന്ന് മുതൽ ആ ചിത്രം നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ എത്രയോ കാലങ്ങളായിട്ട് അമേരിക്ക സൈന്യം അവിടെ പോരാടിയതാണ്. അതിനുശേഷമാണ് എന്താണ് ഉണ്ടായത്? അവസാനം താലിബാന് തന്നെ ഭരണം തിരിച്ചു സാഹചര്യം വന്നു. അപ്പോൾ സമാനമായൊരു സാഹചര്യം ഒരുപക്ഷെ ഇറാനിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ 80കളിൽ നമ്മളത് ഒരിക്കൽ കണ്ടതാണ്. ഇപ്പോൾ സദാം ഹുസൈൻ അവിടെ ആക്രമണം ആരംഭിച്ചപ്പോൾ വിചാരിച്ചിരുന്നത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് അവസാനിക്കുന്ന ഒരു യുദ്ധമാണെന്നാണ് വിചാരിക്കുന്നത്. 8 വർഷം കഴിഞ്ഞിട്ടും യുദ്ധം തീർന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എൻഡ്യൂറൻസ് ഇപ്പോൾ ഉണ്ടാവുമോ എന്നെനിക്കറിയില്ല. എങ്കിൽ പോലും എളുപ്പമായിരിക്കില്ല. മുൻകാലങ്ങളിൽ അമേരിക്കയ്ക്ക് ഇത്ര ഒരു യുദ്ധം നടത്തുമ്പോൾ അതിൻ്റെ ഒരു മീഡിയ പ്രൊപ്പഗണ്ട തയ്യാറാക്കുന്നതിനും ലോകത്തെ തങ്ങളോടൊപ്പം ചിന്തിപ്പിക്കുന്നതിനും വലിയ രീതിയിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ യുദ്ധങ്ങളിലും. അത് ഈവൻ വിയറ്റ്നാം യുദ്ധകാലത്ത് പോലും ലോകത്തെ ചെറിയ റെസിസ്റ്റൻസുകളുടെ ഇടയിലും അവർ ഒപ്പം നിർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിടുകയാണ്. 73% റീസെൻ്റ്ലി 73% അമേരിക്കക്കാരും ഈ യുദ്ധത്തിന് എതിരാണെന്നുള്ളതാണ് അവിടെ നിന്ന് വന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം ആകെ ഇതിൽ അനുകൂലമായിട്ട് അമേരിക്കയ്ക്ക് ഒപ്പം ഉള്ളത് കുറച്ച് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ സംഘങ്ങളുണ്ട് ലോകത്തെ പലയുടെ. കൺസർവേറ്റീവായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിനുണ്ട്. വഹാബി മുസ്ലിങ്ങളുടെ കുറച്ച് സുന്നി ഗ്രൂപ്പുകളുടെ പിന്തുണകളുണ്ട്. പിന്നെ ഇന്ത്യയിലേക്ക് വന്നാൽ പോലും സംഘപരിവാർ ആളുകൾ അതിൽ ആഹ്ലാദിക്കുന്നുണ്ട് എങ്കിൽ പോലും RSS അടക്കമുള്ള ഉയർന്ന ആളുകളൊന്നും അമേരിക്കയ്ക്കൊപ്പമല്ല. ഇത് അടുത്ത ടാർഗറ്റ് തങ്ങളാണ് എന്നുള്ള ഒരു ബോധമുള്ള ആളുകളാണ് ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ ആളുകൾ. അപ്പോൾ ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ജനങ്ങളെ, രാഷ്ട്രങ്ങളെയും ചിന്തകളെയും മാധ്യമങ്ങളെയും തങ്ങളോടൊപ്പം നിർത്താൻ കഴിഞ്ഞിരുന്ന ഒരു കഴിവ് ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുക. നഷ്ടപ്പെട്ടതാണോ അതിനുവേണ്ടി മെനക്കേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിച്ചാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ലോകത്തിലെ മാധ്യമ സംവിധാനങ്ങളൊന്നും മോറൽ പിന്തുണ ആവശ്യമില്ല, മോറൽ പിന്തുണ ഇറാന് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും വളർന്നിട്ടൊന്നുമില്ല. ഇപ്പോഴും ലോകത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ എല്ലാവരും അതിനെ ഈ ഇറാനെ ഡെമണൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്ത തന്നെയാണ് കൊടുക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കാണ്, ഇസ്രായേലിൻ്റെ അഗ്രഷൻ എന്ന് ആരും പറയുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കൻ എസ്കലേഷൻ എന്നുള്ള വാക്ക് ആരും ഉപയോഗിക്കുന്നില്ല. അല്ല, മീഡിയ അല്ല, ഒരു പൊതുബോധങ്ങളെ സൃഷ്ടിക്കുന്നതിൽ തീർച്ചയായിട്ടും അതിനുള്ള ശ്രമം ഇതാണ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഇറാഖ് യുദ്ധത്തിന് മുമ്പ് ഒരുപാട് ഡെമോൺസ്ട്രേഷൻസ്, ക്യാമ്പയിനുകൾ, നീണ്ട ഒരു ഒക്കെ നടന്നിരുന്നു. അതിനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രംപ് വലതുപക്ഷത്തിൻ്റെ അങ്ങേറ്റത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ ഒരു യുദ്ധവിരുദ്ധമായിട്ടുള്ള ഒരു പൊതുബോധം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലതുപക്ഷത്ത് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ അവരെല്ലാവരും അമേരിക്കയ്ക്ക് വേണ്ടിയാണ് അമേരിക്ക പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ പോയിട്ട് ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ അമേരിക്കൻ ജനതയുടെ 75% ആളുകളും ഈ യുദ്ധത്തിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ യുദ്ധത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ തിരിച്ചടി എന്തായാലും ഉണ്ടാവും. ഇറാൻ തിരിച്ചടി ആരംഭിച്ചു, അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചതിന് ശേഷം
അമേരിക്ക ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ആളുകളുടെ കുറവായിരിക്കും. അപ്പോൾ യുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ ഒരു കൺസെൻസസ് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ പ്രൊപ്പഗാണ്ടയുടെ കാര്യത്തിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ അതിന് മുകളിൽ കണ്ട ആളുകളാണ്. അവർ മുകളിൽ കണ്ട കാരണം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണ് ഇപ്പോൾ ടക്കർ കാൾസൺ ഇവരുമായിട്ടുള്ള നമ്മുടെ അമേരിക്കയിലെ ഇസ്രായേൽ അംബാസഡർ ഹക്കാബിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടത്തിയത്. അപ്പോൾ അതിൽ അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിന് അമേരിക്കയിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ എതിരാണ്. ഈ അമേരിക്കയിലെ ജനങ്ങളുടെ അഭിപ്രായത്തിന് എന്ത് വിലയുണ്ട് എന്നാണ് പുള്ളി ചോദിച്ചത്. അപ്പോൾ ഹക്കാബി പറഞ്ഞു എവരി ഒപ്പീനിയൻ മാറ്റേഴ്സ് എന്ന് പറഞ്ഞു. അതിനുശേഷം അടുത്ത ചോദ്യമായിട്ടാണ് ചോദിച്ചത് ഇറാനെതിരായ യുദ്ധത്തിനെതിരാണ് അമേരിക്കയുടെ പൊതുവികാരം. അപ്പോൾ ഇയാൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ റഫറൻഡം നടത്തി യുദ്ധം നടത്തുന്ന ഒരു സംവിധാനത്തിലല്ലോ നമ്മൾ ജീവിക്കുന്നതെന്നാണ്. അപ്പോൾ യുദ്ധം നടത്തുന്നത് എക്സിക്യൂട്ടീവാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഈ യുദ്ധത്തിന് തന്നെ അമേരിക്കൻ കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ടോ എന്നുള്ള ചോദ്യം പിന്തുണയില്ല. അവിടെ ചർച്ച ചെയ്യുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ അങ്ങനെയുള്ള ചില നടപടിക്രമങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. ഇവിടെ ഒരു യുദ്ധം അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്, ആക്രമണം നടത്തുന്നു, ആരും അറിയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ എന്തും എക്സിക്യൂട്ടീവിനും ചെയ്യാമെന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട്. ജനാധിപത്യപരമായ ഒരു ഡിസ്കോഴ്സിൻ്റെ ക്വാളിറ്റിയോ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുടെ ഒരു പ്രാധാന്യമോ ഒക്കെ മറികടക്കാൻ കഴിയുന്നതാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് മൊത്തത്തിൽ ഭരണകൂടം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ജോർജ് ഗാലോവിൻ്റെ ഒരു ഇൻ്റർവ്യൂ, അദ്ദേഹം യുദ്ധം എന്ന് പറയുന്നത് അനിവാര്യമാണെന്നതും നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പം ഒരുപാട് മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ ഇതൊക്കെ നേരത്തെ തന്നെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാർലമെൻറ്റ് ഇവരുടെ ഒരു സമ്മതം പോലും ഇല്ലാതെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനോ ഒരു താല്പര്യത്തിനോ ഒക്കെ ആയിട്ട് പ്രഖ്യാപിക്കുന്ന ഒന്നായിട്ട് എവിടെയും മാറിയിട്ടുണ്ട്. ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ഈ പറയുന്ന പാകിസ്ഥാനിലെ സ്ഥിതി അതീവ ദയനീയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇറാനും ഇതാണ് അവസ്ഥ. തുർക്കിയും ഏറെക്കുറെ, റഷ്യയുടെ കാര്യത്തിലാണെങ്കിലും ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു മരീചിയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഭാവിയിൽ ഈ പ്രതിരോധ പോരാട്ടങ്ങളും ജനതകൾ സ്വയംഭരണത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ, വിപ്ലവങ്ങൾ ഇതൊന്നുമില്ലാത്ത ഒരു സമ്പൂർണ്ണ ഫാസിസ്റ്റ് ലോകത്തിലേക്ക് ജനാധിപത്യം എന്ന് പറയുന്നത് കേവലം ഒരു പ്രഹസനമായ ഒരു ലോകത്തിലേക്ക് തന്നെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പൂർണ്ണമായിട്ടും ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള മറുപടി പറയാനുള്ള ഒരു വിഷമം ഉണ്ടാവില്ല. അത് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒപ്പം നിലനിന്നിരുന്ന സമയത്തും പലസ്തീനിൽ വിമോചന പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അവിടെയും പോരാടുന്ന ജനതയ്ക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന, അത്തരം നിലപാടെടുക്കാൻ കഴിയുന്ന കുറച്ച് രാജ്യങ്ങളും കുറച്ച് മനുഷ്യരും ഈ ലോകത്തുണ്ടായിരുന്നു, ചിന്തകളുണ്ടായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ അവസ്ഥ, ഒരു രാജ്യത്തിൻ്റെ ജയപരാജയത്തെ ആശ്രയിച്ചിട്ടാണ് ലോകത്തിലെ വിമോചന പോരാട്ടങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളും നിലനിൽക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ രാജ്യങ്ങളെല്ലാം എത്രയാണ് രാജ്യങ്ങളുടെ ആയുസ്? ഈ രാജ്യങ്ങളും ഭരണാധികാരികളും എല്ലാം മാറേണ്ടതാണ്. ഇപ്പോൾ ഇറാനിലെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്നതും അമേരിക്ക എതിരെ നിൽക്കുന്നതുമായിട്ടുള്ള ഭരണകൂടങ്ങൾ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകൾക്കിടയിൽ തന്നെ മാറി മാറി വന്നിട്ടുണ്ട്. പക്ഷേ പലസ്തീനിലെ ജനതയുടെ അവസ്ഥയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇറാനിലെ അമേരിക്കയ്ക്ക് അനുകൂലമായ ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്തേക്കാൾ മോശമാണ് ഇപ്പോൾ. കാരണം ഇവർക്കൊരു എക്സ്ക്യൂസാണ് ഈ പറയുന്നത്, ഇറാൻ എന്ന് പറയുന്ന ഒരു ഡെവിൾ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊരു എക്സ്ക്യൂസായിട്ട് പലസ്തീനികൾക്കെതിരായിട്ടുള്ള ഇവരുടെ അധിനിവേശം കൂടുതൽ രൂക്ഷമായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളിങ്ങനെ ചുരുക്കി കാണാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. വിമോചന പോരാട്ടങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും. ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഇപ്പോൾ ജനാധിപത്യപരമായി ഉള്ള മാറ്റമാവണമെന്ന് പോലുമില്ല. ഇപ്പോൾ പല രാജ്യങ്ങളിലും നമ്മൾ ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലാതാക്കിയെന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പല രാജ്യങ്ങളിലും ഈ പറയുന്ന ഭരണകൂടം, ഇപ്പോൾ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോൾ അവിടെ ജനാധിപത്യം ഇല്ലായിരുന്നല്ലോ. അവിടെ എന്ത് അവകാശമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതാക്കിയത്? ചൈനയിലൊരു അവകാശം കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതാക്കിയിട്ടില്ല. കാരണം രാജഭരണത്തിന് കീഴിൽ ഏറ്റവും മോശം സാഹചര്യം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലാണ് ഇത് പറയുന്നത്.
ഇപ്പോൾ റഷ്യയിൽ സോവിയറ്റ് യൂണിയൻ വന്നപ്പോൾ സ്വാതന്ത്ര്യം ഇല്ലാണ്ടായിട്ടില്ല. കാരണം അതിലും മോശമായിട്ടുള്ള സാറിസ്റ്റ് റഷ്യയിലാണ് ഇത് റഷ്യക്കാർ ജീവിച്ചത്. ക്യൂബയിൽ കമ്മ്യൂണിസം വന്നതുകൊണ്ട് സ്വാതന്ത്ര്യം ഇല്ലാതായിട്ടില്ല. പക്ഷേ ഈ അമേരിക്കൻ ആധിപത്യം വന്നതുകൊണ്ട് ജനാധിപത്യം ഇല്ലാതായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുടെ നീണ്ട നിരയുണ്ട്. ഇപ്പോൾ പറയുന്ന ഇറാനിൽ വരെ ജനാധിപത്യം ഇല്ലാതായത് ഈ അമേരിക്കൻ ആധിപത്യം കൊണ്ട് മാത്രം. ചിലിയിൽ ഇല്ലാതായത്, അങ്ങനെ എത്രയോ രാജ്യങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും അങ്ങനെ ഏകദാനമായ ഒരു നേർരേഖയിലൂടെ അല്ല ചരിത്രമെങ്കിലും രാഷ്ട്രീയ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത, നമുക്ക് പ്രവചിക്കാനാകാത്ത പല രീതിയിലും ഈ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും എന്ന് തന്നെ പറയാനാണ് എനിക്കിഷ്ടം. അതോടൊപ്പം വേറെയും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിലെ അടുത്ത കുറച്ച് വർഷങ്ങളല്ല, ശരിക്കും 50 മുതൽ വന്ന ഷിയ സുന്നി യുദ്ധങ്ങളുണ്ടായിരുന്നു. വലിയ രീതിയിൽ കടുത്ത ഏറ്റവും വലിയ ശത്രുക്കൾ, സുന്നി മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ഷിയാക്കളായിരുന്നു. ഷിയാക്കളുടെ പള്ളികളിൽ കയറി ബോംബിടുക, ചാവേർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുക. പാകിസ്ഥാനിൽ ഇതിൻ്റെ നീണ്ട നിര തന്നെയാണ്. എല്ലാ കൊല്ലവും ഈ അടുത്തയിടെയും അവിടെ ഒരു പള്ളിയിൽ, ഷിയ പള്ളിയിൽ ചാവേർ ആക്രമണം നടന്ന് 200ഓളം ആളുകൾ, ഒരു വർഷത്തിൽ ഒരു 100-500 പേരെയെങ്കിലും ഈ സുന്നികളെന്ന് പറയുന്നവർ ഷിയാക്കളെ കൊല്ലാറുണ്ട്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഈ ഒരു വെറുപ്പിൻ്റെ ഭാഷ ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. ഷിയാക്കളെ വെറുക്കുന്ന ഒരു സുന്നി മുസ്ലിം എന്നുള്ള സാധനത്തിൽ നിന്ന് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് മാറുകയും ഇനി ഇത്തരത്തിലുള്ള ധ്രുവീകരണങ്ങൾക്ക് സാധ്യമല്ലാത്ത രീതിയിൽ ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. അമേരിക്കയിൽ കത്തോലിക്കരുടെ ഇടയിൽ ഇസ്ലാമോഫോബിക്കിന് വലിയ വ്യത്യാസം, യൂറോപ്പിൽ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. സുന്നി രാജ്യങ്ങളെക്കാളോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഫലസ്തീനികളുടെ സ്വയംഭരണാവകാശത്തിന് വേണ്ടിയും ഫലസ്തീൻ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമുള്ള സമരങ്ങളും പ്രകടനങ്ങളും ഏറ്റവും കൂടുതൽ നടക്കുന്നത് കത്തോലിക്ക ലോകത്ത് നിന്നാണ്. പക്ഷെ മാർക്സ് കുറച്ചുകൂടി നന്നായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലത്തിലേക്കല്ലേ നമ്മൾ വരേണ്ടതെന്നുള്ളതും നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഈ അഗ്രസീവായിട്ടുള്ള മുതലാളിത്തം എന്ന് പറയുന്നത് മാർക്സ് ഒരു കാലത്ത് പറഞ്ഞത് ഏറെക്കുറെ ആളുകൾ എത്ര വ്യക്തമായിരുന്നു, എത്ര ശരിയായിരുന്നു, എത്ര ഭീകരമാണ് അത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ ലോകത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. വീണ്ടും മാർക്സിസത്തിനും സാധ്യതകളുള്ള അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക്, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വരുന്ന കാലത്ത് അനിവാര്യതകളുള്ള ചരിത്രത്തിലേക്കല്ലേ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ മാർക്സിസം ശരിയാണോ, അതൊരു ശാസ്ത്രീയമായ സമീപനമാണോ എന്നുള്ളതല്ല നമുക്ക് ഒരുപാട് തർക്കിക്കാം. പക്ഷേ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലോകവീക്ഷണത്തിനൊരു ബദൽ ഈ മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ട് എന്നുള്ളൊരു ബോധ്യവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനും അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ അതിന് കഴിയും എന്നുള്ളൊരു ബോധം ഉണ്ടാക്കാനും മാർക്സ് നൽകിയ സംഭാവന. ഇപ്പോൾ മുതലാളിത്ത ലോകം പോലും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച പല ആശയങ്ങളുടെയും തീർച്ചയായിട്ടും അത് പിന്തുടർച്ചയായിട്ടാണ് നമുക്ക് പറയേണ്ടി വരും. ഒരു കാലഘട്ടത്തിൽ ഈ ലോകശക്തികളെന്ന് പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും വില്ലനൈസ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ അപകടം എന്ന് കഴിഞ്ഞ് നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ആ ഒരു ഭീഷണി എന്ന രീതിയിൽ ആളുകളെ ഇപ്പോൾ അത്ര ഭീതിപ്പെടുത്തുന്ന ഒരു സംഗതിയായിട്ട് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആളുകൾക്ക് കുറച്ചും കൂടി മുതലാളിത്തത്തിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സിലാവും, ഈ മത ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ അല്ലെങ്കിൽ മതസംഘടനകളിലെല്ലാം തന്നെ ഈ ഇടതുപക്ഷത്തിന് വിരുദ്ധമായ ഒരു നിലപാട് തുടർച്ചയായിട്ട് അങ്ങനത്തെ നിലപാടുകളുടെ ഒരു നൈരന്തര്യം അതിനകത്ത് എപ്പോഴും ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ നമുക്ക് പലപ്പോഴും പലയിടങ്ങളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായങ്ങൾ ഒരു വശത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു ബാലൻസ്, ഇത്ര ഇമ്പ്യൂണിറ്റിയോടുകൂടി അമേരിക്കയ്ക്ക് പ്രവർത്തിക്കാൻ അപ്പുറത്തൊരു ഏകധ്രുവ ക്രമ അല്ലായിരുന്നുവെങ്കിൽ, ഒരു ബൈപോളാർ വേൾഡ് ആയിരുന്നെങ്കിൽ നടക്കുമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അതുകൂടാതെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് തന്നെ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ സയനിസ്റ്റ് ഭീകരതയ്ക്കെതിരായിട്ടുള്ള ചർച്ചകൾ ഒരുപാട് ഉയർന്നു വരുന്നു. ഈ കഴിഞ്ഞ ഇസ്രായേലിൻ്റെ ഗസയിലെ അധിനിവേശത്തിനെതിരെ
പാശ്ചാത്യ വലതുപക്ഷ മാധ്യമ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആങ്കർമാർ തന്നെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. അതെ. ഇപ്പം ജനസൈഡ് പലസ്തീനിൽ ഇവർ നടത്തുന്നു എന്നുള്ള ഒരു വംശഹത്യ നടത്തുന്നുള്ള കാര്യം പാശ്ചാത്യ മാധ്യമങ്ങൾ പറയും എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നു. പക്ഷെ അങ്ങനെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നുള്ളതാണ്. ഈ ടക്കർ കാൾസനെ പോലെയുള്ള ആളുകൾ, ഞാൻ ആദ്യം പറഞ്ഞ ഈ ഹെക്കാബിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ന്യായീകരണത്തെ, ബിബ്ലിക്കലായിട്ടുള്ള ഒരു വാദത്തെയും രാഷ്ട്രീയമായ വാദത്തെയും വംശീയമായ ഒരു വാദത്തെയും മതപരമായ വാദം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണല്ലോ ബിബ്ലിക്കലായിട്ടുള്ള റൈറ്റ് ഇവർക്കുണ്ട്, മതപരമായ റൈറ്റ് ഉണ്ട്, എത്നിക്കായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള സയനിസ്റ്റുകളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ, അടിസ്ഥാന ആശയങ്ങളെ നിശിതമായ രീതിയിൽ 3 മണിക്കൂർ നീണ്ട ഒരു ഇൻ്റർവ്യൂ ആണ്. ഇതിൻ്റെ അകത്ത് വളരെ കുറച്ച്, ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെടുത്ത് അതിനെ സൂക്ഷ്മമായിട്ട് വിലയിരുത്താനും ഇതിൻ്റെ പൊള്ളത്തരം തുറന്നു കാണിക്കാനും ഫോക്സ് ന്യൂസിൽ നിന്ന് പിന്നീട് പുറത്തു വന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, റിപ്പബ്ലിക്കൻ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടുള്ള ടക്കർ കാൾസനെ പോലെയുള്ള ആളുകൾ തയ്യാറാകുകയും അത് ഈ പുള്ളിക്കൊരു വലിയ വലതുപക്ഷ ഓഡിയൻസ് ഉണ്ട്, ഇവരത് കേൾക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്ന് നമ്മൾ പറയുന്ന ആളുകൾക്കിടയിലേക്ക് കൂടി ഈ സംഘം എത്തുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ ലോകത്ത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ സംഭവമാണ്. ഒരുപക്ഷെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഈ യൂണിലാറ്ററലായിട്ടുള്ള നാരേറ്റീവ്സിനെ ലോകം മുഖവിലേക്കെടുക്കുന്ന ഒരു ഘട്ടം കഴിഞ്ഞു പോയി. അതിൻ്റെ ഒരു വിഭ്രാന്തിയിൽ നിന്നുകൂടി ആയിരിക്കാം ഈ പറയുന്ന ഇത്ര ക്രമോത്സവമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആഭ്യന്തരമായിട്ടുള്ള പ്രഷറുകളുണ്ട്. ഇപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിലനിർത്തുക എന്നുള്ള അധികാരം നിലനിർത്തുകയും ജയിലിന് പുറത്ത് താമസിക്കാനുള്ള ദിവസങ്ങളുടെ എണ്ണം കൂട്ടുകയും എന്നുള്ളതും കൂടി ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഒരു പക്ഷേ ഇതൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കാം, ഒരു വാട്ടർഷെഡ് മൊമെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ നല്ലതിന് വേണ്ടിയായിരിക്കാം എന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും നല്ലതിന് വേണ്ടിയായിരിക്കും. കാരണം പ്രത്യാശകളില്ലാത്ത ഒന്നല്ല ലോകം എന്ന് പറയുന്നത്. ഒരിക്കലും അതങ്ങനെ ഒരു കിടങ്ങിൽപ്പെട്ടു പോയിട്ടില്ല. ചരിത്രം മുമ്പോട്ട് പോകും, കൂടുതൽ പുരോഗമനാത്മകമായി തന്നെ മുന്നോട്ട് പോകും. എത്ര അണ കെട്ടിയാലും അത് ആ അണകളെയെല്ലാം തകർത്തുകൊണ്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഈ പറയുന്ന സയണിസമായാലും ഫാസിസമായാലും എത്ര സാമ്രാജ്യത്വ ഭീകരതയായാലും പൗരാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയും മനുഷ്യരുടെ പോരാട്ടങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കും. പാലസ്തീൻ സ്വതന്ത്രമാകും. അതുപോലെ തന്നെ ലോകത്ത് നടക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളും ആദിവാസികളുടെയും എത്നിക്കായിട്ടുള്ള മനുഷ്യരുടെ അടക്കമുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും വരുന്ന കാലത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.